എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സർപ്രൈസാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. പരിപാടി മാത്രം കാര്യമില്ല. ഞങ്ങൾക്ക് വേണ്ടി അൾട്ടിമ മോട്ടോഴ്സിന് വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ കമ്മിറ്റഡായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ പരിപാടികൾ തുടരാം എന്നറിയിക്കുകയാണ്. നമസ്കാരം. ഞാനിന്നിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴ പള്ളിച്ചിറങ്ങരയിലെ അൾട്ടിമ മോട്ടോഴ്സിലാണ്. എൻ്റെ പുറകെ കാണുന്നതാണ് അൾട്ടിമ മോട്ടോഴ്സ്. അപ്പോൾ ഈ അൾട്ടിമ മോട്ടോഴ്സിൽ ഇന്നൊരു ചെറിയൊരു പരിപാടി ഉണ്ട്. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ 9ാമത്തെ ആനിവേഴ്സറിയാണ്. 9ാമത്തെ ആനിവേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ആനിവേഴ്സറി പരിപാടിക്ക് വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഞാൻ വെറുതെ ഒരു ആനിവേഴ്സറി പരിപാടിക്ക് കൂടെ പോകാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഇവിടെ ചെറിയൊരു സർപ്രൈസ് ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്നുള്ളത് വീഡിയോയുടെ തമ്പനയിൽ കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സർപ്രൈസിലേക്ക് നമുക്ക് കിടക്കാം. പിന്നെ വർക്ക്ഷോപ്പിലെ കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യാൻ അതും ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വർക്ക്ഷോപ്പിന്റെ പാർട്ട്നേഴ്സിന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. 4 പേരെ എനിക്ക് പരിചയമുണ്ട്. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഒന്ന് ഓരോരുത്തരായിട്ട് പേരെന്ന് പറഞ്ഞാൽ. നൗഷീർ കെ എ, നവാസ് ടി കെ, ഞാൻ അലി, ഞാൻ ഫെബിൻ. ഒരു 4 പേരും ഇൻഡസ് മോട്ടോഴ്സിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് നേരത്തെ അറിയാം. ഓക്കെ, എനിക്കിപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളത്? ഇവിടെ ഞങ്ങൾ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എല്ലാം ഹൈടെക് എക്യുപ്മെന്റ്സ്, എല്ലാം ന്യൂ ജനറേഷൻ എക്യുപ്മെന്റ്സ് എല്ലാം യൂസ് ചെയ്ത് കാറിന്റെ സർവീസ്, മെക്കാനിക്കൽ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, AC, ബോഡി വർക്ക്, അതുപോലെ ഇൻഷുറൻസ് ക്ലെയിം ഫെസിലിറ്റി. നാഷണലൈസ്ഡ് കമ്പനികൾ എല്ലായിട്ടും നമുക്ക് നിലവിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ട്. മറ്റേ ഏത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും നമ്മൾ ക്ലെയിം ചെയ്ത് കസ്റ്റമർക്ക് റിട്ടേൺ ക്യാഷ് വാങ്ങി കൊടുക്കുന്നു. ഒട്ടുമിക്ക എല്ലാ കമ്പനികളായിട്ടും ഇതുണ്ട്. ലീഡിങ് പ്രൈവറ്റ് കമ്പനികളായിട്ടും നമുക്ക് ടൈപ്പ് ഉണ്ട്. ബോഡി ഷോപ്പ് നമുക്ക് തൊട്ട ഒരു 2 കിലോമീറ്റർ അപ്പുറം മാറി. എല്ലാം കൂടി ഇവിടെ കൺജസ്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ ബോഡി ഷോപ്പ് മാത്രം വേറെ ഫെസിലിറ്റി. പിന്നെ ഇവിടെ നമ്മൾ മെയിൻലി മൂവാറ്റുപുഴ, പിന്നെ കോതമംഗലം, അടിമാലി, ഹൈറേഞ്ച്, കട്ടപ്പന, അങ്ങനെ പിറവം, പാമ്പാക്കുട, ഇവിടെ പെരുമ്പാവൂര്. നമ്മള് എവിടെയാണെങ്കിലും ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. ഫ്രീ ആണ്. എവിടെ പോയാലും നമ്മൾ എടുക്കും. അപ്പോൾ വീഡിയോ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റീസ് 1-2 കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇനി ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇവരുടെ ഫ്രണ്ട് ഓഫീസാണ്. കസ്റ്റമർ ലോഞ്ച്, ഫ്രണ്ട് ഓഫീസ് എല്ലാം അടങ്ങുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ പുറകിലായിട്ടാണ് വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് കയറി നോക്കാം എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ബോഡി ഷോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സെറാമിക് കോട്ടിംഗ് പോലുള്ള, ഗ്രാഫിൻ കോട്ടിംഗ് പോലുള്ള പരിപാടികളൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ബൂത്ത് വരാൻ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് കയറി കണ്ടു നോക്കാം. ഇതാണ് ഇവിടുത്തെ അൾട്ടിമയിലെ പ്രധാനപ്പെട്ട ഫ്ലോർ. ഇവിടെ എത്ര വണ്ടി ഇടാൻ പറ്റും ഏകദേശം? നമുക്ക് ഒരു ടൈമിൽ 8 വണ്ടികൾ ചെയ്യാൻ പറ്റും. 8 വണ്ടികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലിഫ്റ്റ് 3 ഉണ്ട്. അതല്ലാതെ നമുക്ക് ഒരേ സമയം 8 വണ്ടികളുടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? നമുക്ക് എത്ര സ്റ്റാഫ് ഉണ്ട്? നമുക്ക് ഇവിടെ 15 സ്റ്റാഫ് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ആ പോളിഷിങ് പിന്നെ സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ബൂത്ത് ഒന്ന് നമുക്കൊന്ന് കാണാം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു എഞ്ചിൻ അഴിച്ചു പണി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് സെറ്റിംഗ് ആണത്? കംപ്ലീറ്റ് സെറ്റിംഗ് ആണ്. അപ്പോൾ എഞ്ചിൻ, പിസ്റ്റണും സിലിണ്ടറിന്റെ അകത്ത് പിസ്റ്റൺ ഇരിക്കുന്നതൊക്കെ നമുക്കിപ്പോൾ കാണാം. ക്രാങ്ക് ഇപ്പം നിലവിൽ സെറാമിക് കോട്ടിങ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ജസ്റ്റ് പോളിഷിങ്ങിന് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ കാണിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ഇനാഗ്രേഷൻ സ്പെഷ്യലായിട്ട് വേറെ വെക്കുന്നുണ്ട് ഇവർ. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അപ്പോൾ കാണാം. ഇപ്പോൾ ഗ്രാഫിൻ കോട്ടിംഗ് ഒക്കെ നിങ്ങൾക്കറിയാം, സെറാമിക് കോട്ടിങ്ങിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നതാണ്.
അപ്പോൾ ഗ്രാഫീൻ കോട്ടിംഗ് പോലുള്ള കോട്ടിങ്ങുകളെല്ലാം ഇവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് വണ്ടിയെ ഉയർത്തി നിർത്തിയിട്ട് വാഷ് ചെയ്യുന്ന തരത്തിലുള്ള ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ വീൽ അലൈൻമെൻറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബോഡി ഷോപ്പ് നോക്കാം. ബോഡി ഷോപ്പിൽ കുറച്ച് ഇൻസ്ട്രുമെൻസും അല്ലെങ്കിൽ കുറച്ച് ടൂൾസൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് പായിപ്ര മാനാറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ബോഡി ഷോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ബോഡി ഷോപ്പിൽ കുറച്ച് അഡ്വാൻസ്ഡ് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവർ തന്നെ ഒന്ന് കാണിച്ചു തന്നിരുന്നു. അതുകൂടി ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് ഇവരുടെ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിക് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസ്. മിക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങും ഉണ്ട്. പക്ഷേ കൂടുതലും മിക് വെൽഡിംഗ് ആണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. മിക് വെൽഡിംഗ് ആകുമ്പോൾ തുരുമ്പെടുക്കാനുള്ള സാധ്യതയും മറ്റൊക്കെ കുറവായിരിക്കും. ഗ്യാസ് വെൽഡിങ്ങിൽ തുരുമ്പെടുക്കാനുള്ള സാധ്യത കൂടുമെന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. പിന്നെ ഇതുപോലെ ഡെൻറ്റ് പുള്ളർ പോലുള്ള സംഗതികളൊക്കെ ഇവർക്കുണ്ട്. ഇതാണ് ഡെൻറ്റ് പുള്ളർ. അപ്പോൾ ഡെൻറ്റ് പുള്ളർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഡെൻറ്റ് പുള്ളർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഡെൻറ്റ് പുള്ളർ ഉണ്ട്. അതിലൊന്ന് ഈ കാണുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഡെൻറ്റ് പുള്ളറാണ്. കൂടാതെ മറ്റൊരു തരത്തിൽ കൂടി ഡെൻറ്റ് പുള്ളർ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇനി വണ്ടിയുടെ ഷോൾഡർ ലൈനിനൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു ലൈൻ പോലുള്ള ഭാഗത്തൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള മറ്റൊരു ഡെൻറ്റ് പുള്ളറാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിനകത്ത് വേറൊരു സംഗതി വെച്ചിട്ട് വലിക്കുകയാണ്. അത് ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് അൾട്ടിമയിലെ പെയിന്റ് ബൂത്ത് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 260-300 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്ന ഒരു പെയിന്റിംഗ് ബൂത്താണിത്. ഒരു വലിയ വണ്ടി, ഇപ്പോൾ ഫോർച്യൂണർ പോലുള്ള വലിയ വണ്ടികൾ വന്നാൽ പോലും അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഒരു വലിയൊരു പെയിന്റ് ബൂത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഇവിടുത്തെ മൂവാറ്റുപുഴ MLA ശ്രീ മാത്യു കുഴൽനാടനാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ MLA എത്തിയിട്ടുണ്ട്, ശ്രീ മാത്യു കുഴൽനാടൻ സാറ്. അനുഗ്രഹത്താൽ അൾട്ടിമ മോട്ടോഴ്സ്. അപ്പോൾ ഇനിയാണ് നമ്മുടെ സർപ്രൈസ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഈ വർക്ക്ഷോപ്പിന്റെ നെടുംതൂണായി പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ധൈര്യം തന്റെ നൽകി അൾട്ടിമ മോട്ടോഴ്സിന് നിങ്ങൾ നൽകിയിരിക്കുന്ന ഒരു പേരും പ്രശസ്തിയും ഞങ്ങൾക്ക് നേടിത്തരുന്നതിന് ഞങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, ഞങ്ങൾക്കെല്ലാമെല്ലാമായ പ്രിയപ്പെട്ട ഞങ്ങളുടെ വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ പ്രിയപ്പെട്ട ബിനീഷ് ചേട്ടൻ. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഒരു പുതിയ വാങ്ങിക്കൊടുക്കുകയാണ്. അദ്ദേഹം വലിയ സാമ്പത്തിക ശേഷിയുള്ളവരല്ല. ഒരു പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടി അൾട്ടിമ മോട്ടോഴ്സിന് വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ കമ്മിറ്റഡായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 9 വർഷം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. നിങ്ങളെല്ലാവരുടെയും അകമഴിയുടെ സഹായ സഹകരണത്താൽ അദ്ദേഹത്തിന് കൈമാറുന്ന പുതിയ വാഹനം നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുകയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ പ്രിയങ്കരനായ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ അവർ അദ്ദേഹത്തിന് ചാവി നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചത്. കൈമാറുന്നതിന് വേണ്ടിയിട്ട് MLA അതുപോലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് അതിനുശേഷം മറ്റു പരിപാടികൾ തുടരാം എന്നറിയിക്കുകയാണ്.
വിജയത്തിലേക്ക് കുതിക്കുന്ന അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടുന്ന ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് പിന്നിൽ ഒരുപക്ഷെ നമ്മൾ അന്വേഷിക്കാത്ത, നമ്മൾ അറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത അതിൻ്റെ ഒരു അണിയറയിലെ രഹസ്യമാണ് ഇന്നിവിടെ അൺവീൽ ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടിയത്. അവിടുത്തെ ഇതിപ്പോൾ മാനേജ്മെൻറ്റെന്നോ അല്ലെങ്കിൽ പല പല പേരുകളിട്ട് പറയും, പാർട്ട്നേഴ്സെന്നോ അല്ലെങ്കിൽ മുതലാളിമാരെന്നോ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരെന്നോ അതിൻ്റെ ഉടമസ്ഥരെന്നോ ഒക്കെ പറയുന്നതും അവിടുത്തെ ജോലിക്കാർ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് അതല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് അങ്ങനെ പല രീതിയിൽ പറയുന്ന അവരുടെ ഒരു ടീം വർക്ക്, അതിനേക്കാൾ ഉപരി അവരുള്ള ഹൃദയബന്ധമാണ് ഏറ്റവും വലുത്. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സർപ്രൈസാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. പരിപാടി മാത്രം കാര്യമില്ല, ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. പക്ഷേ ഇത് വലിയൊരു സക്സസ്സായിപ്പോയി. കാരണം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇവരെല്ലാവരും പരിചയപ്പെടുന്നത്. അപ്പോൾ അവർ തന്നെ പറയുകയാണ് നമ്മളൊരു വർഷം തുടങ്ങുന്നുണ്ട്, അപ്പോൾ ഈ ശാസ്ത്രം കൂടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാം, നിങ്ങൾ തുടങ്ങിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരോട് കൂടി 9 വർഷം വരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇവരെ സഹായിക്കാനും എനിക്ക് പറ്റി. ഞാൻ വലിയ സന്തോഷമാണ്. ഇനിയും ഉള്ള ആളുകൾ നല്ല ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. അപ്പോൾ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുമ്പോൾ അതിൻ്റെ തൊഴിലാളികളോട് സ്വീകരിക്കേണ്ട എങ്ങനെയാണെന്നുള്ള അല്ലെങ്കിൽ അവരോട് സ്വീകരിക്കേണ്ട നയം എന്താണെന്നുള്ളതിലൊരു മാതൃകയാണ് പള്ളിച്ചിറങ്ങരയിലെ അൾട്ടിമ മോട്ടോഴ്സ്. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ കമ്പനിയോട് എന്ത് നയമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് നമ്മുടെ ബിനീഷ് ഏട്ടൻ. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് ഇനിയും ഒരു 100 വർഷം ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിലും ഒരു 100 ബ്രാഞ്ചുകൾ തുടങ്ങിക്കൊണ്ട് ഇനിയും മികച്ച രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പവർ മോട്ടറിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.